നമസ്കാരം, കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്പലപ്പുഴ സംഘത്തിന്റെ എരുമേലി പേട്ടതുള്ളൽ ഭക്തിസാന്ദ്രം. എരുമേലി പേട്ടതുള്ളലും അനുബന്ധ ചടങ്ങുകളും മതസൗഹാർദ്ദത്തിന്റെ മഹത്തായ സന്ദേശമാണ്. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാട് തുടരുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാന ഭരണത്തെ ശ്വാസമുട്ടിക്കുന്നുവെന്ന സമ്മേളനത്തിൽ പ്രമേയം. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ മുണ്ടുനീര് പടരുന്നു. പെരുമ്പളത്തും എരമല്ലൂരിലും വിദ്യാലയങ്ങൾ താൽക്കാലികമായി അടച്ചു. നിരീക്ഷണവുമായി ആരോഗ്യവകുപ്പ്. ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. ദേശീയ ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പ് ജനുവരി 17 മുതൽ 19 വരെ ആലപ്പുഴയിൽ നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 700ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിന്റെ നടത്തിപ്പിനായി വിപുലമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മഹാകവി കുമാരനാശാന്റെ ചരമ ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായുള്ള നവോത്ഥാന സന്ദേശയാത്ര ജനുവരി 15 ആലപ്പുഴയിലെത്തും. ജാഥയെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകൾ വിശദമായി. അമ്പലപ്പുഴ സംഘത്തിന്റെ എരുമേലി പേട്ടതുള്ളൽ ഭക്തിസാന്ദ്രം. എരുമേലി പേട്ടതുള്ളലും അനുബന്ധ ചടങ്ങുകളും മതസൗഹാർദ്ദത്തിന്റെ മഹത്തായ സന്ദേശമാണ്. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടന്നു. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ പേട്ടതുള്ളലാണ് എരുമേലിയിൽ നടന്നത്. അമ്പലപ്പുഴ സമൂഹ പെരിയോൻ N. ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലാണ് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളിയത്. ആദ്യം അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളലാണ് നടന്നത്. പേട്ട ശാസ്താക്ഷേത്രത്തിൽ നിന്നാണ് പേട്ടതുള്ളൽ ആരംഭിച്ചത്. ക്ഷേത്രത്തിന് മുകളിൽ ശ്രീകൃഷ്ണപ്പെരുന്ത് വട്ടമിട്ട് പറന്നതോടുകൂടിയാണ് പേട്ടതുള്ളൽ ആരംഭിച്ചത്. ക്ഷേത്രത്തിനുള്ളിൽ പൂജിച്ച തിടമ്പ് ആനകളുടെ പുറത്താണ് എഴുന്നള്ളിച്ചത്. പേട്ട സംഘത്തെ വാവര് പള്ളിയിൽ പള്ളി ഭാരവാഹികൾ സ്വീകരിച്ചു. പള്ളിയിൽ വലം വെച്ചാണ് പേട്ട സംഘം വലിയ ക്ഷേത്രത്തിലേക്ക് നീങ്ങിയത്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് പേട്ടയെ അനുഗമിച്ചത്. അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ രൗദ്രഭാവത്തിലാണെങ്കിൽ ആലങ്ങാട്ട് സംഘത്തിൻ്റേത് ശാന്തഭാവത്തിലാണ്. ആലങ്ങാട്ട് സംഘത്തെ N. K. വിജയകുമാറാണ് നയിച്ചത്. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാട് തുടരുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാന ഭരണത്തെ ശ്വാസം മുട്ടിക്കുന്നതായി പ്രമേയം. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നു. BJP സർക്കാരിൻ്റെ നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ ബദൽ നയങ്ങൾ ഉയർത്തുന്ന LDF സർക്കാരിനെ തകർക്കാൻ BJPയും UDFും വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയോടെ നടത്തുന്ന പരിശ്രമങ്ങളെ പരാജയപ്പെടുത്തണമെന്ന് ജില്ലാ സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണ നടപടികളുടെ ഫലമായാണ് രണ്ടാം LDF സർക്കാർ അധികാരത്തിൽ വന്നതെന്നും ജില്ലാ സമ്മേളനം പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നൽകാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാന ഭരണത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ UDF ഇതിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. സംസ്ഥാനത്ത് ഭരണസ്തംഭനം ഉണ്ടാക്കാനാണ് BJPയും UDFും ശ്രമിക്കുന്നത്. സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനെയും കുടുംബാംഗങ്ങളെയും വ്യക്തിപരമായി കടന്നാക്രമിക്കാൻ UDF BJP ശക്തികൾക്ക് പിന്തുണയുമായി ഒരു സംഘം മാധ്യമങ്ങളും അണിനിരക്കുന്നു. സംസ്ഥാനം കണ്ട അതിഭീകര ദുരന്തമായ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സംസ്ഥാന സർക്കാർ സമഗ്ര പുനരധിവാസ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഇതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കാൻ എല്ലാ പരിശ്രമങ്ങളും നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനും അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം ശ്രമിച്ചതെന്നും പ്രമേയത്തിൽ ആരോപിക്കുന്നു. സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന ജില്ലാ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ മുണ്ടുനീര് പടരുന്നു. പെരുമ്പളത്തും എരമല്ലൂരിലും വിദ്യാലയങ്ങൾ താൽക്കാലികമായി അടച്ചു. നിരീക്ഷണവുമായി ആരോഗ്യവകുപ്പ്. ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. വിദ്യാർത്ഥികൾക്ക് മുണ്ടിനീര് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പെരുമ്പളം സൗത്ത് ഗവൺമെൻറ് LP സ്കൂളും എരമല്ലൂർ NS LP സ്കൂളും 21 ദിവസത്തേക്ക് അടച്ചിട്ടുണ്ട്. മണ്ണഞ്ചേരിയിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ പേരിലേക്ക് പടരുന്നതായി കണ്ടെത്തിയിട്ടില്ല.
പെരുമ്പളത്തും എരമല്ലൂരിലും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധനയും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണവും തുടങ്ങി. അന്തരീക്ഷത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്നാണ് ആരോഗ്യവകുപ്പ് നിരീക്ഷിക്കുന്നത്. കുട്ടികളിലും മുതിർന്നവരിലേക്കും രോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. രോഗിക്ക് പൂർണ്ണ വിശ്രമം വേണം. വീട്ടിലുള്ളവരിലേക്കും രോഗം പകരാതെ നോക്കണം. സാമൂഹിക അകലം പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. പെരുമ്പളം സൗത്ത് ഗവൺമെൻറ് LP സ്കൂളിലെ 9 വിദ്യാർത്ഥികൾക്ക് മുണ്ടിനീര് ഉള്ളതായാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. 98 വിദ്യാർത്ഥികളും 6 അധ്യാപകരുമാണ് പെരുമ്പളം സ്കൂളിലുള്ളത്. ക്രിസ്മസ് അവധിക്ക് ഒരാഴ്ച മുൻപ് 4 വിദ്യാർത്ഥികൾക്ക് രോഗം വന്നപ്പോൾ സ്കൂൾ അടച്ചിരുന്നു. 30-ന് സ്കൂൾ തുറന്ന ശേഷം ചില വിദ്യാർത്ഥികൾക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ വീണ്ടും അടയ്ക്കുകയായിരുന്നു. എരമല്ലൂർ NS LP സ്കൂളിൽ 23 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 240 വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. രോഗബാധിതരുടെ സ്രവം ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താകെ കുട്ടികൾക്കിടയിൽ മുണ്ടിനീര് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. 2016-ൽ വാക്സിൻ നിർത്തലാക്കിയതാണ് ഇത്ര വലിയ വർധനയ്ക്ക് കാരണമെന്ന് വിലയിരുത്തുന്നു. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ വർഷം 137 പേർക്കാണ് മുണ്ടുനീര് ബാധിച്ചത്. 2023-ൽ ഇത് 62 പേർക്കായിരുന്നു. കഴിഞ്ഞ വർഷം രോഗബാധിതരുടെ എണ്ണം ഇരട്ടിയായെങ്കിലും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ജില്ലയിൽ മുണ്ടിനീര് രോഗബാധ കുറവാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. കഴിഞ്ഞ വർഷവും മുണ്ടിനീര് രോഗബാധ മൂലം ജില്ലയിലെ 2 സ്കൂളുകൾ 21 ദിവസം അടച്ചിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ദേശീയ ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പ് ജനുവരി 17 മുതൽ 19 വരെ ആലപ്പുഴയിൽ നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 700ഓളം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. മത്സരത്തിന്റെ നടത്തിപ്പിനായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11ാമത് നാഷണൽ ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പും 2ാമത് പാരാ ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പും സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ ഇവൻറ്റുകളാണ് നടത്തപ്പെടുന്നത്. ഇത് നടത്തപ്പെടുന്നത് ഡ്രാഗൺ ബോട്ട് ഇന്ത്യ ആൻഡ് ട്രഡീഷണൽ സ്പോർട്സ് ഫെഡറേഷൻ്റെ മേൽനോട്ടത്തിലാണ്. അതിൻ്റെ കൂടെ നമ്മുടെ കേരള ഡ്രാഗൺ ബോട്ട് അസോസിയേഷനും സഹകരിച്ചുകൊണ്ടാണ് ഈ മത്സരം നടത്തുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഏകദേശം 700 കായിക താരങ്ങളും 50 ഒഫീഷ്യൽസുകളും പങ്കെടുക്കും. 21 അല്ലെങ്കിൽ 22 സ്റ്റേറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു 18 സ്റ്റേറ്റിന് വേണ്ടി രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. ബാക്കിയുള്ളവർ എത്തിച്ചേരും, ഇത് ചെയ്യും. അതുപോലെ തന്നെ ഇതോടനുബന്ധിച്ച് നമ്മൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് 16-ാം തീയതി ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ഓപ്പൺ ഡ്രാഗൺ ബോട്ട് ക്ലബ് ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടുന്നു. 11ാമത് നാഷണൽ ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പും 2ാമത് പാരാ ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പും ആലപ്പുഴ സായിയിൽ ജനുവരി 17 മുതൽ 19 വരെ നടക്കുമെന്ന് സംഘാടകർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിൽ വിജയിക്കുന്ന മത്സരാർത്ഥികളാണ് ജർമ്മനിയിൽ നടക്കുന്ന 17ാമത് വേൾഡ് ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 700 കായിക താരങ്ങളും 50 ഒഫീഷ്യൽസുകളും മത്സരങ്ങളിൽ പങ്കെടുക്കും. 20 സംസ്ഥാനങ്ങളിൽ നിന്നാണ് മത്സരാർത്ഥികൾ എത്തുന്നത്. ഇവർക്കുള്ള താമസവും ഭക്ഷണവും എല്ലാ സൗകര്യവും ഒരുക്കിയതായും സംഘാടകർ അറിയിച്ചു. 17-ന് മത്സരം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ MP KC വേണുഗോപാൽ, സായി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംജിത്ത് ലാൽ, MLA PP ചിത്തരഞ്ജൻ, G. സുധാകരൻ, KG രാജേശ്വരി, അഡ്വക്കേറ്റ് റിയാസ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഡ്രാഗൺ ബോട്ട് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് ജോസഫ്, സെക്രട്ടറി റെജി K, ഡ്രാഗൺ ബോട്ട് അസോസിയേഷൻ കോർഡിനേറ്റർ വിനീഷ് P, ജോഷിമോൻ, ടോൻബി T എന്നിവർ പങ്കെടുത്തു. മഹാകവി കുമാരനാശാന്റെ ചരമ ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായുള്ള നവോത്ഥാന സന്ദേശയാത്ര ജനുവരി 15-ന് ആലപ്പുഴയിൽ എത്തും. ജാഥയെ സ്വീകരിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി സംഘാടകർ അറിയിച്ചു. മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി കഴിഞ്ഞ വർഷം 2024 ജനുവരി 16-നായിരുന്നു. അതിനോടനുബന്ധിച്ച് രൂപീകരിച്ച പ്രൊഫസർ M. K. സാനു ചെയർമാനും ഡോക്ടർ P. K. സജി സെക്രട്ടറിയുമായിട്ട് രൂപീകരിച്ച സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 800-ന് മുകളിൽ വിവിധ തലങ്ങളിൽ പരിപാടികൾ നടത്തി വരികയാണ്. ഈ 10-ാം തീയതി കായിക്കരയിൽ നിന്ന്, ആശാൻ്റെ ജന്മസ്ഥലമായ കായിക്കരയിൽ നിന്ന് ആരംഭിച്ച് മറ്റ് ജില്ലകളിൽ പര്യടനം നടത്തി ഇന്ന്
ഇന്ന് കൊല്ലത്താണ്. അതിനുശേഷം 15-ാം തീയതി കുട്ടനാടിൽ നിന്നും ആലപ്പുഴ എത്തിച്ചേരുകയാണ്. ആലപ്പുഴ നഗരചത്വരത്തിലാണ് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത്. മഹാകവി കുമാരനാശാൻ്റെ ചരമശതാബ്ദി വാരാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നവോത്ഥാന സന്ദേശ യാത്രയ്ക്ക് ആലപ്പുഴ നഗര ചത്വരത്തിൽ ജനുവരി 15-ന് സ്വീകരണം നൽകുമെന്ന് സംഘാടകർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. ജനുവരി 10-ന് കായ്ക്കരയിൽ നിന്നാണ് ആരംഭിച്ച യാത്ര വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ആലപ്പുഴയിൽ എത്തുന്നത്. വൈകിട്ട് 5-ന് നടക്കുന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ പങ്കെടുക്കും. കുമാരനാശാൻ്റെ ചണ്ടാലഭിഷുകിയെ ആസ്പദമാക്കി ഫിലിപ്പോസ് തത്തമ്പള്ളി രചിച്ച നാടകത്തിൻ്റെ പുസ്തക പ്രകാശനവും ചടങ്ങിൽ നടക്കും. ജനുവരി 16-ന് പല്ലനയിൽ എത്തിച്ചേരുന്ന സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം സമിതി സംസ്ഥാന ചെയർമാൻ പ്രൊഫസർ MK സാനു ഉദ്ഘാടനം ചെയ്യും. ആശാൻ കൃതികളെ ആസ്പദമാക്കിയുള്ള ഡാൻസ്, ഡ്രാമ, കഥകളി, കഥാപ്രസംഗം, ഗാനങ്ങൾ എന്നിവ യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കപ്പെടും. VK വിശ്വനാഥൻ, ഫിലിപ്പോസ് തത്തമ്പള്ളി, ഷിജിൻ TM, M ബിന്ദു, ഗായത്രി സ്വാമിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർത്തലയിൽ KSEB ജീവനക്കാരുടെ കായികമേള. ചേർത്തല ഡിവിഷന്റെ നേതൃത്വത്തിലാണ് കായികമേള സംഘടിപ്പിച്ചത്. ചേർത്തലയിൽ KSEB ജീവനക്കാരുടെ കായികമേള. ചേർത്തല ഡിവിഷന്റെ നേതൃത്വത്തിലാണ് കായികമേള സംഘടിപ്പിച്ചത്. ജീവനക്കാരെയും ഓഫീസർമാരെയും കരാർ തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കായികമേള നടത്തിയത്. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച കായികമേള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മായ S. നായർ ഉദ്ഘാടനം ചെയ്തു. ഒരു കൂട്ടായ്മയുടെ ഭാഗമായുള്ള ഒരു സ്പോർട്സ് മീറ്റാണ്. ഒരു മത്സരത്തിലുപരി ഒരു കൂട്ടായ്മ, എല്ലാവരും കൂടെ ഒരു ഒത്തുചേരൽ. ഇതാണ് നമ്മുടെ മധ്യമേഖല ചീഫ് എഞ്ചിനീയർ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചേർത്തല ഡിവിഷൻ്റെ സ്പോർട്സ് മീറ്റ് ഇന്ന് ഈ സമയത്ത് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി നമ്മളത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ PS. അരുൺ, രാജേന്ദ്ര പ്രസാദ്, എലിസബത്ത്, സൂപ്രണ്ടുമാരായ ഗിരികുമാർ, വിനോദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ രതി N. നായർ, സുമ, സനൽകുമാർ, ബൈജു, ഓവർസിയർ സഞ്ജയ് നാഥ്, ലൈൻമാൻമാരായ സുമേഷ് കുമാർ, കലേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓട്ടം, ചാട്ടം, ചാക്കിലോട്ടം, ഷോട്ട് പുട്ട്, ക്യാരംസ് തുടങ്ങിയ മത്സരങ്ങളാണ് നടത്തിയത്. ചേർത്തല ഡിവിഷന് കീഴിൽ വരുന്ന 200ഓളം ജീവനക്കാർ പങ്കെടുത്തു. വൈകിട്ട് നടന്ന സമാപന ചടങ്ങിൽ PME എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. സജിത വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കോ-ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് താലൂക്ക് സമ്മേളനം നടന്നു. UDF ആലപ്പുഴ ജില്ലാ ചെയർമാൻ CK ഷാജി മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ചേർത്തല താലൂക്ക് സമ്മേളനം നടന്നു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. UDF ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്തു. വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ സഹകരണ ജീവനക്കാരെന്ന് പറഞ്ഞാൽ കള്ളന്മാരെന്നുള്ള പേരിങ്ങനെ അടിച്ചിട്ട് പോയ നമ്മളൊന്നുമല്ല, ഈ ഭരണസമിതിക്കാർ കൊള്ള നടത്തി കൊണ്ടുപോയതാണ്. അപ്പോൾ അവർ വലിയ കൊള്ളക്കാരാണെന്നാണ് പറയുന്നത്. ED ആണെങ്കിൽ ദിവസം പ്രതി ആഘോഷിച്ചിട്ടിരിക്കണത് അവിടെ കയറിയിട്ട് ദിവസം ഒരു പരിശോധന നടത്തുന്നു, അടുത്ത സംഘത്തിൽ കയറുന്നു, അങ്ങനെ പരിശോധന നടത്തുന്നു. അപ്പോൾ EDയുടെ ഒരു ആഘോഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ബാധിക്കുന്ന ആരാണ്? സഹകരണ മേഖലയെ ആകെ തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി സഹകരണ മേഖലയെ നന്നാക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ സഹകരണ മേഖല തകർക്കുന്ന നടപടിയാണ് രണ്ടുപേരും സ്വീകരിക്കുന്നത്, ഒരാളല്ല. കേന്ദ്രത്തിൽ അങ്ങനെ ഒരു വകുപ്പില്ലായിരുന്നു, ഇപ്പോൾ ആ വകുപ്പ് കണ്ടുപിടിച്ച് ഭരണഘടനയിലെ 9ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് സഹകരണം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് പോളിസിയാണ്. കേന്ദ്ര സർക്കാർ ആളുകളെ പിടിച്ചെടുക്കാൻ വേണ്ടി അത് ജനറൽ പോളിസിയിലേക്ക് മാറ്റി കേന്ദ്രത്തിലൊരു വകുപ്പ് തന്നെ ഉണ്ടാക്കി എല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ കേരളത്തിലെ സർക്കാർ സഖാക്കളെ തീരുമാനിക്കുന്ന പോലെ സംഘം പിടിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളെ തീരുമാനിക്കുന്ന പോലെ കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ സാക്ഷാൽ അമിത്ഷായെ തന്നെയാണ് ഈ സംഘം പിടിക്കാൻ ചുമതലപ്പെടുത്തിയത്.
വിവിധ വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് പൊഴിത്തറ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC അംഗം അഡ്വക്കേറ്റ് KJ സണ്ണി, ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KC ആന്റണി, വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TS രഘുവരൻ, സംഘടനാ സംസ്ഥാന സെക്രട്ടറി P രാധാകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KJ രാജീവ്, സംസ്ഥാന കമ്മിറ്റി അംഗം KS തങ്കച്ചൻ, ജില്ലാ സെക്രട്ടറി അരുൺ ശിവാനന്ദൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് B അനിൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. താലൂക്ക് സെക്രട്ടറി ഹർഷൻ ചേനപ്പറമ്പിൽ സ്വാഗതവും ട്രഷറർ N രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ധനസഹായ വിതരണം സംഘടിപ്പിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചേർത്തല താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. 2024-25 വർഷത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതി പ്രകാരമുള്ള വിദ്യാഭ്യാസ ധനസഹായമാണ് വിതരണം ചെയ്തത്. ചേർത്തല NSS യൂണിയൻ ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനവും ധനസഹായ വിതരണവും നിർവഹിച്ചു. ഗുരുവായൂർ അമ്പലത്തിൽ കയറുന്ന ഒരു രംഗം നമ്മളൊന്ന് മനസ്സിൽ രണ്ടാമത് നോക്കിയിട്ട് അതിനൊരു ചെറിയ ഒരു കാര്യമുണ്ടത്. ചില ആചാരങ്ങളുണ്ട്, അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ മാറ്റിക്കളയാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സമൂഹവും നമ്മളൊക്കെ നിലനിന്നു പോകുന്നത്. അപ്പൊ അതൊന്നും വേണ്ട എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ചങ്ങനാശ്ശേരിയിലെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി അവിടുത്തെ പ്രഖ്യാപിച്ചു, ക്ഷേത്രത്തിൽ എങ്ങനെ കയറണമെന്ന് ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കും, അല്ലാതെ ഏതെങ്കിലും ഒരു സ്വാമിയോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രഖ്യാപിക്കും. ഇതിന് അടിസ്ഥാനപരമായി നൂറുകണക്കിന് വർഷങ്ങളായി ആചരിച്ചു വരുന്ന ചില നിബന്ധനകളുണ്ട്, ചില ആചാരങ്ങളുണ്ട്. അതിനിയും തുടരും. ഇതുപോലെ പല ആളുകളും ഇതിനു മുമ്പ് കയറിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ അവരത് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു രീതി ഞാൻ പറഞ്ഞ അപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയുടെ ഈ ജനുവരി മാസത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനം ഇത് തന്നെയാണ്. യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ സ്വാഗതവും ഇൻസ്പെക്ടർ നിഖിൽ വേണു നന്ദിയും പറഞ്ഞു. കരയോഗത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി എന്ന ക്രമത്തിൽ 78 കരയോഗത്തിലെയും കുട്ടികൾക്ക് ധനസഹായം വിതരണം ചെയ്തു. യൂണിയൻ കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചേർത്തല മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന് മികവാർന്ന നേട്ടം. ജനുവരി 13 തിങ്കളാഴ്ച ചേർത്തല നഗരത്തിൽ വിജയ ആഹ്ലാദം പ്രകടനം നടത്തുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ 63ാമത് സ്റ്റേറ്റ് കലോത്സവം ഹോളി ഫാമിലി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികവാർന്ന ഉജ്ജ്വല വിജയമാണ് നേടിയിരിക്കുന്നത്. 38 പോയിൻറ്റോടെ, ഹൈസ്കൂളിൽ 38 പോയിൻറ്റോടെ ആലപ്പുഴ റവന്യൂ ജില്ലയിൽ 1ാം സ്ഥാനവും അതോടൊപ്പം തന്നെ സ്റ്റേറ്റിൽ 18ാം സ്ഥാനവുമാണ് ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയിരിക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ നാടകം, കാവ്യകേളി ഉൾപ്പെടെ 48 പോയിൻ്റാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മുടെ സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവനന്ദൻ S മേനോൻ 4 ഇനങ്ങളിൽ മത്സരിക്കുകയും റവന്യൂ ജില്ലയിൽ ഈ 4 ഇനങ്ങളിലും ഫസ്റ്റ് A ഗ്രേഡ് വാങ്ങി സംസ്ഥാന തലത്ത് എത്തുകയും അവിടെ ഈ 4 ഇനങ്ങളിലും A ഗ്രേഡ് വാങ്ങി ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയ റവന്യൂ ജില്ലയിലെ 1ാം സ്ഥാനം എന്ന സ്ഥാനം ലഭിക്കുകയും ചെയ്തു. നമ്മുടെ PTA-യുടെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെയും ഒത്തൊരുമയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് ഈ വിജയം. ഹൈസ്കൂൾ വിഭാഗത്തിൽ ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം, പദ്യം ചൊല്ലൽ, മലയാള സംസ്കൃത ഗാനാലാപനം എന്നീ ഇനങ്ങളിൽ A ഗ്രേഡ് നേടിയ ദേവനന്ദൻ S മേനോൻ, വീണ, പെൻസിൽ ഡ്രോയിങ് എന്നീ ഇനങ്ങളിൽ A ഗ്രേഡ് നേടിയ ദക്ഷിൺ നാരായൺ, അഭിനവ് കൃഷ്ണൻ, ഓട്ടംതുള്ളലിൽ B ഗ്രേഡ് നേടിയ അർജുൻ മനോജ് എന്നിവരെയും തുടർച്ചയായി 3ാം വർഷവും പരിചയമുട്ടിൽ A ഗ്രേഡ് നേടിയ 8 വിദ്യാർത്ഥികളെയും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കാവ്യകേളിയിൽ A ഗ്രേഡ് നേടിയ ബസന്തി ഷിബുവിനെയും നാടകത്തിൽ A ഗ്രേഡ് നേടിയ 10 വിദ്യാർത്ഥികളെയുമാണ് ആദരിക്കുന്നത്. വിജയ ആഹ്ലാദ റാലി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-ന് ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് സ്കൂളിൽ എത്തിച്ചേരും. തുടർന്ന് പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. സമ്മേളനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകുന്നത്. സംഘാടകരായ പ്രധാന അധ്യാപിക HM മിനി M, PTA പ്രസിഡന്റ് ജാക്സൺ മാത്യു, അധ്യാപകരായ ശ്രീഹരി V, നോബിൾ PT, ആനി ട്രീസ ഫ്രാൻസിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർത്തല വെട്ടയ്ക്കൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഫെബ്രുവരി 3 മുതൽ 10 വരെ നടക്കും.
ഉത്സവത്തിന്റെ നടത്തിപ്പിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ചേർത്തലയിൽ പറഞ്ഞു. നോട്ടീസിന്റെ പ്രകാശന കർമ്മം ചേർത്തല SNDP യൂണിയൻ മേഖലാ കൺവീനർ PD ഗഗാറിൻ നിർവഹിച്ചു. വെട്ടയ്ക്കൽ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃക്കൊടിയേറ്റ് മഹോത്സവം ഫെബ്രുവരി 3 മുതൽ 10 വരെ നടക്കും. നോട്ടീസ് പ്രകാശനം ചേർത്തല പ്രസ് ക്ലബ്ബിൽ നടന്നു. SNDP യൂണിയൻ ചേർത്തല മേഖലാ കൺവീനർ PD ഗഗാറിൻ ക്ഷേത്രം പ്രസിഡന്റ് MA ഗോപിനാഥന് നൽകിയാണ് നോട്ടീസിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഇക്കൊല്ലത്തെ മഹോത്സവം 2025 ഫെബ്രുവരി 3 കൊടിയേറി 10-ാം തീയതി സമാപിക്കുകയാണ്. പുല്ലയിലില്ലത്ത് ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂതിരികളും ക്ഷേത്ര മേൽശാന്തി ശ്രീ ഷാജി ശിവശൈലം ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയുള്ള കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത്. എല്ലാ വ്യത്യസ്തമായിട്ട് ഒരു അപൂർവ ക്ഷേത്രം എന്ന് പറയാം. മറ്റ് ക്ഷേത്രങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന അതിലുപരി ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവും അതുപോലെ ഗണപതി സ്വാമിയും ഹനുമാൻ സ്വാമിയും നേർക്ക് നേരെയിരിക്കുന്ന പ്രതിഷ്ഠകളും വിജയശ്രീലാളിതനായി അമ്പും വില്ലും കയ്യിലേന്തി നിൽക്കുന്ന വീരഭാവത്തിലുള്ള പ്രതിഷ്ഠ, വീരരാമനാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ വടമാലക്കും അതുപോലെ തന്നെ ഗണപതിക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രമാണ്. അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആ ഭക്തർക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് തരണം ചെയ്ത് പോകുന്ന ഒരു അഭിപ്രായങ്ങളാണ് സജ്ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നാളിതുവരെ ഉണ്ടായിട്ടുള്ളത്. തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഫെബ്രുവരി 3 തിങ്കളാഴ്ച വൈകിട്ട് 7-നും 7:30-നും മധ്യേ കൊടിയേറ്റ് കർമ്മം നടക്കും. പുല്ലയിൽ ഇല്ലം മുരളീധരൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 7-ന് ഭക്തിഗാനമേള, ഫെബ്രുവരി 5 ബുധനാഴ്ച വൈകിട്ട് 7-ന് കുറത്തിയാട്ടം, ഫെബ്രുവരി 6-ന് വൈകിട്ട് നാടൻ പാട്ടും നാടൻ കലാരൂപങ്ങളും, ഫെബ്രുവരി 7-ന് വൈകിട്ട് ഗാനമേള, ഫെബ്രുവരി 8-ന് വൈകിട്ട് കലാപരിപാടികളും തുടർന്ന് ഡാൻസും, ഫെബ്രുവരി 9 ഞായറാഴ്ച വൈകിട്ട് 7:30-ന് മനോജ് മാവുങ്കലിൻ്റെ പ്രഭാഷണം, 9-നും 10-നും മധ്യേ പള്ളിവേട്ട, ഫെബ്രുവരി 10 തിങ്കളാഴ്ച തൃക്കൊടിയേറ്റ് മഹോത്സവം, വൈകിട്ട് 5-ന് കാഴ്ച ശ്രീബലി, 7:30-ന് നാടകം, രാത്രി 10-ന് ആറാട്ടുബലി, തുടർന്ന് ആറാട്ട് പുറപ്പാട്. ആറാട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പഞ്ചവിംബ ശക്തി കലശാഭിഷേകവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് MA ഗോപിനാഥൻ, സെക്രട്ടറി NV കവിരാജ്, PD ഗഗാറിൻ, ക്ഷേത്രം ഭാരവാഹികളായ PS ആശാലാൽ, ഷാജി ശിവശൈലം എന്നിവരും പങ്കെടുത്തു. ചേർത്തല നഗരസഭാ കൗൺസിലറും പൊതുരംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന M ജയശങ്കറിന് ചേർത്തലയിൽ സ്മരണാഞ്ജലി. ജയശങ്കർ ഓർമ്മയായിട്ട് 2 വർഷം. ചേർത്തലയിലാണ് സ്മരണാഞ്ജലി സംഘടിപ്പിച്ചത്. ചേർത്തലയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവും ചേർത്തല നഗരസഭാ കൗൺസിലറും മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് M ജയശങ്കർ ഓർമ്മയായിട്ട് 2 വർഷം തികയുന്നു. 2ാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായി ചേർത്തലയിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപത്ത് NCRCയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജയശങ്കറിനെ ഞാൻ പറയുന്നത്, ജയശങ്കർ കുറക്കാലം കൂടി നമ്മുടെ ചേർത്തല ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജനപ്രതിയായി വന്നപ്പോൾ ചേർത്തലയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങളുള്ള ഒരാൾ തന്നെയായിരുന്നു. ഓരോ കൗൺസിലൊക്കെ ഓരോ കാര്യത്തിലും അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കുമ്പോഴും സ്വതന്ത്രമായ രീതിയിൽ പ്രത്യേകം അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ആ അഭിപ്രായങ്ങളെല്ലാം കേൾക്കാൻ ഞങ്ങളൊക്കെ ചുമതലപ്പെട്ടിട്ടുണ്ട്. അതിനത് കൃത്യമാണ്. ഇപ്പം ഈ ഇൻഡോർ സ്റ്റേഡിയം തന്നെ അദ്ദേഹം പറയാം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നഗരത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. നിങ്ങളിത് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് വളരെ ഒരു നല്ല കാര്യം. നമുക്ക് ജയശങ്കർ കൊടുക്കുന്ന ഏറ്റവും വലിയ സ്മരണ ഇതിന് നന്നായി ഇപ്പോൾ ജയശങ്കറിന്റെ ചേർത്തലയിലുള്ള ജീവിച്ചിരിക്കുന്ന ഒരു സ്മാരകം എന്ന് പറയുന്നത് ഈ ഒരു വോട്ട് തന്നെയാണ്. വാർഡ് കൗൺസിലർ A അജി അധ്യക്ഷത വഹിച്ചു. കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇവിടെ കളിക്കുന്നവരെങ്കിലും നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് എല്ലാ വർഷവും ഒരു അനുസ്മരണം നടത്തും. കൗൺസിലർ MK പുഷ്പകുമാർ, NCRC കൺവീനർ ബിജീഷ്, സുരേഷ് മാരേഴത്ത് തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി. CB പഞ്ഞിക്കാരൻ സ്വാഗതവും MC കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. പട്ടണക്കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ പദയാത്രയും തെരുവ് നാടകവും സംഘടിപ്പിച്ചു. ജലസംരക്ഷണത്തിൻ്റെ സന്ദേശവുമായാണ് പദയാത്ര സംഘടിപ്പിച്ചത്.
പൊതുവിദ്യാഭ്യാസ വകുപ്പ് VHSE വിഭാഗവും തദ്ദേശ സ്വയംഭരണ വകുപ്പും അമൃത് മിഷനും ചേർന്നാണ് ശുദ്ധജല സംരക്ഷണം മുൻനിർത്തി പദയാത്ര, തെരുവ് നാടകം, ജലസംരക്ഷണ പ്രതിജ്ഞ എന്നിവ എടുത്തത്. ചേർത്തല മുനിസിപ്പൽ കൗൺസിലർ A. അജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ U. ഉന്മേഷ്, അധ്യാപിക ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായാണ് ജലം ജീവിതം എന്ന പേരിൽ പദയാത്രയും തെരുവ് നാടകവും ഒരുക്കിയത്. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ സ്വദേശിയായ വയോധികന് വാസയോഗ്യമായ വീട് ഒരുങ്ങുന്നു. വീടില്ലെന്ന പരാതിയെ തുടർന്നാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മുഹമ്മ സ്വദേശിയായ വയോധികന് വാസയോഗ്യമായ വീടില്ലെന്ന പരാതിക്ക് പരിഹാരമാവുന്നു. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സുരക്ഷിത ഭവനത്തിന് വഴിയൊരുങ്ങി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുഹമ്മ പഞ്ചായത്ത് 4-ാം വാർഡ് മാളികവെളി 70 വയസ്സുള്ള അശോകനാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വാസയോഗ്യമായ സുരക്ഷിത വീടൊരുക്കുന്നത്. മഴയും വെയിലുമേറ്റ് വീടിനുള്ളിൽ ഭയത്തോടെ അന്തിയുറങ്ങേണ്ട സാഹചര്യമാണ് ഇതോടെ ഒഴിവാകുന്നത്. ഒട്ടേറെ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം പരിഹരിക്കാൻ ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങി. ആധാർ കാർഡ് പോലും ഇല്ലാതിരുന്ന അശോകനെ അതിദരിദ്ര വിഭാഗത്തിലും പെടുത്തി. പ്രായത്തിൻ്റെ അവശതകൾ ഏറെയാണെങ്കിലും ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ലായിരുന്നു. ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ ലഭിച്ചതോടെ പെൻഷൻ ലഭിക്കാനും വഴിയൊരുങ്ങുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, പഞ്ചായത്ത് അംഗം CD വിശ്വനാഥൻ, VO അനീഷ് ആര്യാട്, ബ്ലോക്ക് ജോയിന്റ് BDO TV അശോകൻ, പഞ്ചായത്ത് സെക്രട്ടറി മേഘനാഥൻ എന്നിവരുടെ കൂട്ടായ പരിശ്രമമാണ് അശോകന് തണലാവുന്നത്. ഇങ്ങനെ നമ്മൾ അതിദാരിദ്ര്യരെ കണ്ടെത്തുക എന്നുള്ള വലിയ പ്രോസസ്സിംഗ് ആണ് നമ്മുടെ വാർഡുകളിൽ ഓരോ സ്ഥലത്തും നടന്നത്. അങ്ങനെ കണ്ടെത്തിയ ആളിൽ അശോകൻ എന്ന ആൾ ഉൾപ്പെട്ട് വരുമ്പോൾ മകനെ ഞാൻ ആദ്യം പഞ്ചായത്തിലേക്ക് വിളിപ്പിക്കുന്നു. മകനെ വിളിക്കുമ്പോഴാണ് അറിയുന്നത് അച്ഛന് 69 വയസ്സുണ്ട്, പെൻഷൻ പോലും കിട്ടാൻ പാകത്തിനുള്ള റേഷൻ കാർഡോ ആധാർ കാർഡോ വോട്ടേഴ്സ് ഐഡിയോ യാതൊരു ഇതുമില്ല. വളരെ ദരിദ്രമായി കഴിയുന്ന ഒരു കുടുംബം. അങ്ങനെ നമുക്ക് ഈ മുഹമ്മ പഞ്ചായത്തിൽ അങ്ങനെ ഒരാളുണ്ട് എന്നറിഞ്ഞത് തന്നെ വളരെ ഒരു ശോചനീയമായ ഒരു സ്ഥിതിയാണ്. 10ാം ക്ലാസ് പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായ അശോകൻ റേഡിയോ റിപ്പയർ ഷോപ്പ് നടത്തി ഉപജീവനം നടത്തുമ്പോഴാണ് മെനഞ്ചൈറ്റിസ് രോഗം ബാധിക്കുന്നത്. പിന്നീട് മനസ്സിൻ്റെ താളവും തെറ്റി. തുടർന്നുള്ള അശോകൻ്റെ ജീവിതം ദുരിതപൂർണമായി. രോഗിയായ അശോകനെ കയർ ഫാക്ടറി ഉടമയായ ഓമനക്കുട്ടൻ സംരക്ഷിക്കാൻ തയ്യാറായി. ഫാക്ടറിയിൽ ജോലികളും ചെയ്ത് അശോകൻ്റെ ജീവിതം മുന്നോട്ട് പോയി. ഭാര്യയും ഏക മകനുമാണുള്ളത്. മകനിപ്പോൾ പെയിൻറ് പണിക്ക് പോകുന്നുവെങ്കിലും വരുമാനം കുറവ്. ആധാർ ഇല്ലാതിരുന്നതിനാൽ റേഷൻ കാർഡ് ഉപയോഗിച്ച് റേഷൻ വാങ്ങാനും കഴിഞ്ഞിരുന്നില്ല. പുതിയ വീടിൻ്റെ നിർമ്മാണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബുവും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ CD വിശ്വനാഥനും ചേർന്ന് നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി കൺവീനർ PA കൃഷ്ണപ്പൻ സ്വാഗതം പറഞ്ഞു. ആര്യാട് ബ്ലോക്ക് ജോയിന്റ് BDO TV അശോകൻ ആശംസ നേർന്നു. പഞ്ചായത്ത് അംഗം വിനോമ രാജു, M രാജേഷ്, R ശ്രീകുമാർ, VO അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. ചേർത്തല BRCയുടെ നേതൃത്വത്തിൽ വിവിധ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട ശില്പശാല സംഘടിപ്പിച്ചു. ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ TS അജയ്കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BRC ചേർത്തലയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിഭാഗം സ്ട്രീം പ്രൊജക്റ്റുകളുടെ പ്രശ്നാവതരണ ശില്പശാല ചേർത്തല BRC ഹാളിൽ നഗരസഭ വൈസ് ചെയർമാൻ TS അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ കാലത്ത് അച്ഛനൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അച്ഛനൊക്കെ മുടി കറുത്തിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നരച്ചു തുടങ്ങുന്നുണ്ട്. ജരയും നരയും മനുഷ്യൻ്റെ പ്രായത്തിനനുസരിച്ച് ശരീരത്തിൻ്റെ തൊലിക്ക് ചുളിവുകളുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നിറവ്യത്യാസം ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ മറികടക്കാൻ ഒത്തിരി നമ്മൾ പരസ്യങ്ങളിലൂടെ നമ്മൾ കാണും. ഒത്തിരി കെമിക്കൽസ് ഒക്കെ ഉണ്ട്. ഇല്ലേ, ജരയും നരയും മാറ്റാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഇത് നമുക്ക് ജനിതകപരമായി തന്നെ നമ്മുടെ ശരീരത്തിൽ മുടി നരക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോവുകയാണ്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാരണം ഇവിടെ പ്രസംഗത്തിനേക്കാൾ കൂടുതൽ ഈ വിഷയ അവതരണമാണ്. പ്രഗത്ഭരായ ആൾക്കാർ സംസാരിക്കാനുണ്ട്. മറ്റൊന്നുള്ളത് വാഹനത്തിൻ്റെ വേഗത നിയന്ത്രണം അല്ലേ, അത് നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം നിങ്ങൾ പഠിക്കണം. ചടങ്ങിൽ ചേർത്തല BRC BPC TO സൽമോൻ അധ്യക്ഷത വഹിച്ചു. DO റോഷ്നി അലിക്കുഞ്ഞ്, BRC ട്രെയിനർ മേരിദയ, BGPS ദേവിക രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളിലെ അകാല നര, സ്കൂൾ പരിസരത്തെ വാഹന വേഗത നിർണയവും നിയന്ത്രണവും എന്നീ വിഷയങ്ങളിൽ ഡോക്ടർ R സേതുനാഥ്, CD ആസാദ്, ശാലിനി KR, സജീവ് കുമാർ TA, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് AR
എന്നിവർ ക്ലാസ് നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പലപ്പുഴ സംഘത്തിന്റെ എരുമേലിപ്പേട്ടതുള്ളൽ ഭക്തിസാന്ദ്രം. എരുമേലിപ്പേട്ടതുള്ളലും അനുബന്ധ ചടങ്ങുകളും മതസൗഹാർദ്ദത്തിന്റെ മഹത്തായ സന്ദേശമാണ്. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാട് തുടരുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാന ഭരണത്തെ ശ്വാസമുട്ടിക്കുന്നുവെന്ന സമ്മേളനത്തിൽ പ്രമേയം. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ മുണ്ടുനീര് പടരുന്നു. പെരുമ്പളത്തും എരമല്ലൂരിലും വിദ്യാലയങ്ങൾ താൽക്കാലികമായി അടച്ചു. നിരീക്ഷണവുമായി ആരോഗ്യവകുപ്പ്. ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ്. ദേശീയ ഡ്രാഗൺ ബോട്ട് ചാമ്പ്യൻഷിപ്പ് ജനുവരി 17 മുതൽ 19 വരെ ആലപ്പുഴയിൽ നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 700ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിന്റെ നടത്തിപ്പിനായി വിപുലമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മഹാകവി കുമാരനാശാന്റെ ചരമ ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായുള്ള നവോത്ഥാന സന്ദേശയാത്ര ജനുവരി 15 ആലപ്പുഴയിലെത്തും. ജാഥയെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.